ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ 2 ദിവസത്തെ ഒരു കറക്ഷന് ശേഷം മാർക്കറ്റ് നല്ലൊരു തിരിച്ചുവരവായിരുന്നു ഇന്ന് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. 14,371.6 ഓപ്പണായ മാർക്കറ്റിൽ ഏകദേശം 240 പോയിൻറ്റ്സിന് അടുത്തുള്ളൊരു ഗെയിൻ റിപ്പോർട്ട് ചെയ്തു. 14,521 മുകളിലാണ് ഇന്ന് മാർക്കറ്റ് എൻഡ് ആയിട്ടുണ്ടായിരുന്നത്. സെൻസെക്സിൽ നോക്കിക്കഴിഞ്ഞാൽ 734 പോയിൻറ്റ്സിന് അടുത്തുള്ളൊരു ഗെയിനും ബാങ്ക് നിഫ്റ്റിയിൽ ഏകദേശം 613 പോയിൻറ്റ്സിന് മുകളിലുള്ളൊരു ഗെയിനും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നിഫ്റ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബജാജ് ഫിൻസർവ് ആൻഡ് ബജാജ് ഫിനാൻസ്, പിന്നെ അതുപോലെ തന്നെ ടാറ്റ മോട്ടോഴ്സ്, ഹിൻഡാൽകോ, സൺഫാർമ ഇവരായിരുന്നു ടോപ്പ് പെർഫോമിംഗ് സ്റ്റോക്സ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. സെക്ടർ വൈസ് മാർക്കറ്റ് എടുത്തു കഴിഞ്ഞാലും എല്ലാ സെക്ടറും തന്നെ ഗ്രീനിലായിരുന്നു. അതിൽ തന്നെ റിയൽ എസ്റ്റേറ്റ് സെക്ടറും അതുപോലെ തന്നെ മെറ്റൽ, PSU ബാങ്ക് ഇവരായിരുന്നു ഏറ്റവും കൂടുതൽ ഗെയിൻ ഇന്ന് നേടിയിട്ടുണ്ടായിരുന്നത്. അപ്പം മെറ്റലും അതുപോലെ തന്നെ റിലയൻസ് ഇങ്ങനെയുള്ള കുറച്ച് കമ്പനികളൊക്കെ ആയിരുന്നു പ്രധാനമായിട്ടും ഇന്ന് മാർക്കറ്റിനെ നല്ല രീതിയിൽ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ബോർഡർ മാർക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ മിഡ് ക്യാപ്പ് അതുപോലെ തന്നെ സ്മോൾ ക്യാപ്പൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിലും 2.3%, 1.7% വീതം ഗെയിൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ മാർക്കറ്റിലും തന്നെ ഒരു കറക്ഷന് ശേഷമുള്ള ഒരു തിരിച്ചുവരവായിരുന്നു കാണാനായിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് വരികയാണെങ്കിൽ നമ്മൾക്ക് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഇന്ന് പ്ലോട്ട് ആയിട്ടുള്ളത്. അതുമാത്രമല്ല, നമ്മൾ പറഞ്ഞ ആ ഒരു 14,200 എന്ന് പറഞ്ഞ ഒരു സപ്പോർട്ട് സോണുകളൊക്കെ ബഹുമാനിച്ചുകൊണ്ടാണ് മാർക്കറ്റ് തിരിച്ചു പോയിട്ടുള്ളത്. പ്രധാനമായിട്ടും ഇന്ന് ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ഒരു സപ്പോർട്ടും ഇന്ത്യൻ മാർക്കറ്റിനുണ്ടായിരുന്നു. രാവിലെ SGX നിഫ്റ്റി ആണെങ്കിലും പിന്നീട് യൂറോപ്യൻ മാർക്കറ്റൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം 14,500 മുകളിൽ ഒരു ക്ലോസ് വന്നിരിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്തൊരു റെസിസ്റ്റൻസ് സോണുകളായിട്ട് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം 14,650, 660 ആ ഒരു റേഞ്ചുകളിലാണ് നമ്മൾക്ക് മാർക്കറ്റിലൊരു റെസിസ്റ്റൻസുകൾ നിലനിൽക്കുന്നത്. അപ്പോൾ ആ ഒരു റേഞ്ചുകൾ ഇനി നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 120 പോയിൻറ്റ്സിൻ്റെയൊക്കെ ഒരു മൂവേ ഉള്ളൂ. അപ്പോൾ ആ ഒരു റേഞ്ചിലേക്കുള്ള ഒരു മൂവ് ആയിരിക്കും ഇനി നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഒരു റേഞ്ചിലൊരു കൺസോളിഡേഷനോ അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ബ്രേക്കൗട്ടുകൾ നടന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു അപ് ട്രെൻഡിനുള്ള സാധ്യതകൾ നമ്മൾക്ക് നിഫ്റ്റിയിൽ നിലനിൽക്കുന്നുണ്ട്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം അടുത്തൊരു ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് 14,200 റേഞ്ചുകളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ ആ ഒരു റേഞ്ചുകൾ നമ്മൾക്ക് നിഫ്റ്റി ബഹുമാനിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നമ്മൾക്ക് ഇനി പ്രധാനമായിട്ടും മാർക്കറ്റിനെ എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ബജറ്റ് പ്രഖ്യാപനങ്ങളാണ്. അപ്പോൾ അതിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിർമ്മല സീതാരാമൻ്റെ ഭാഗത്തു നിന്ന് വന്ന അനൗൺസ്മെൻറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന ഒരു ബജറ്റ് പ്രഖ്യാപനത്തിൽ പബ്ലിക് സെക്ടറിലേക്കുള്ള വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകളും അതുപോലെ തന്നെ ഹെൽത്ത് സെക്ടറിനും ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകൾക്കുള്ള നല്ല രീതിയിലുള്ള സപ്പോർട്ടുകളും ഉണ്ടാവും എന്ന രീതിയിലാണ് അനൗൺസ്മെൻറ്റുകളിൽ അല്ലെങ്കിൽ ഒരു എക്സ്പെക്റ്റേഷനുകളിൽ വന്നിരിക്കുന്നത്. അപ്പം ആ ഒരു എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെയും അതുപോലെ തന്നെ കമ്പനികളുടെയൊക്കെ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യുന്നൊരു ബജറ്റാണ് എങ്കിൽ മാർക്കറ്റിൽ വീണ്ടും നമുക്ക് നല്ലൊരു മൂവുകൾ പ്രതീക്ഷിക്കാം. അപ്പോൾ അതല്ല വീണ്ടും ഒരു മാർക്കറ്റിലൊരു എക്സ്പെക്റ്റേഷൻ റീച്ച് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കറക്റ്റീവ് മൂവും നമ്മൾക്ക് ബജറ്റ് പ്രഖ്യാപനത്തോടനുബന്ധിച്ച് ഉണ്ടാവാം. അപ്പം തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റികളും അതുപോലെ തന്നെ Q3 ഏർണിംഗ്സ് റിലീസ് അതുപോലെ തന്നെ ബജറ്റ് പ്രഖ്യാപനം ഇത് മൂന്നും നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് കോഷ്യസായിട്ട് വാച്ച് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഈ ഒരു ഡാറ്റകൾ എല്ലാവരും ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നമ്മൾക്ക് നിഫ്റ്റിയിൽ വരും ദിവസങ്ങളിൽ ഒരു കൺസോളിഡേഷൻ മോഡ് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ബജറ്റിനുള്ള ഡേറ്റുകളും അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട്. ഇനി അടുത്തായിട്ട് ബാങ്ക് നിഫ്റ്റീൻ്റെ ചാർട്ടിലേക്ക് വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലും നല്ലൊരു ബുള്ളിഷ് മൂവ് ആയിരുന്നു ഇന്ന് കാണാനായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 32,000 തുറന്ന് 36,750 റേഞ്ചുകളായിരിക്കും ഇനി സപ്പോർട്ട് സോണുകളായിട്ട് ബാങ്ക് നിഫ്റ്റിക്ക് നിലനിൽക്കുക. അതുപോലെ തന്നെ 32,750 റേഞ്ചുകൾ ഒരു റെസിസ്റ്റൻസ് സോണുകളായിട്ടും ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നു. ഇനി നമ്മൾ ഇന്നത്തെ ഒരു ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ഒരു കണ്ടീഷൻസിലേക്ക് വരികയാണെങ്കിൽ US മാർക്കറ്റിലെ ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഇന്നൊരു പോസിറ്റീവ് മോഡിലാണ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. FTSE യൂറോപ്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ എല്ലായിടത്തും ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് കണ്ടുവരുന്നു. ഏഷ്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു മിക്സഡ് ട്രെൻഡാണ്. SGX നിഫ്റ്റി 18 പോയിൻറ്റ്സ് ഡൗണിൽ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി രൂപയുടെ മൂല്യത്തിലും ഡോളറിൻ്റെ അഗെയിൻസ്റ്റായിട്ട് നല്ലൊരു തിരിച്ചുവരവുണ്ടായിരുന്നു. മാർക്കറ്റിൻ്റെ ഗുണകരമായിരുന്നു. അതും 11 പൈസ ഉയർന്ന് 73.17 ഇന്ന് ട്രേഡ് എൻഡ് ആയിട്ടുള്ളത്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ FIIൻ്റെ ഭാഗത്ത് നിന്ന് വീണ്ടും ബയ്യിങ് ആണ്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ആ ഒരു ഒരു ടോട്ടൽ ബയ്യിങ് നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു കുറവുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിരുന്നാലും സപ്പോർട്ടീവായിട്ട് തന്നെ നിലനിൽക്കുന്നു. എന്നിരുന്നാലും ബയ്യിങ് എമൗണ്ടുകൾ കുറവ് വരുന്നു എന്നുള്ളത് ശ്രദ്ധിക്കുക. 257 കോടിയുടെ ഒരു നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാഷ് മാർക്കറ്റിൽ അവരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്ന് വിത്ഡ്രോവലാണ്. എന്നിരുന്നാലും ആ ഒരു വാല്യൂവിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അപേക്ഷിച്ച് വാല്യൂവിലേക്ക് ഒരു കുറവുകൾ വരുന്നു എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ പോസിറ്റീവായിട്ട് കാണിക്കുന്നു. ഗ്ലോബൽ മാർക്കറ്റുകളും ഒരു പോസിറ്റീവ് മൂഡിനുള്ള ഒരു സാധ്യതകൾ പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്. രാവിലെ SGX നിഫ്റ്റി തീർച്ചയായും നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. നമുക്കത് തുടർന്ന് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് നമ്മൾക്ക് കിട്ടുന്നതാണ്.
ഇനി സ്റ്റോക്കുകളെക്കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ നിങ്ങൾ ആദ്യമേ കജാരിയ സെറാമിക്സിൻ്റെ ചാർട്ടൊന്ന് വാച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം നല്ലൊരു ചാർട്ടായിട്ട് തോന്നുന്നു. ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു അപ്പ് മൂവ് ഈ ഒരു സ്റ്റോക്കിൽ കണ്ടുവരുന്നുണ്ട്. ഒരു അപ്പ് ട്രെൻഡിന് ശേഷം ഒരു കറക്ഷൻ, അതിനുശേഷം വീണ്ടും ഒരു അപ്പ് ട്രെൻഡ്, അങ്ങനത്തെ ഒരു മൂവുകൾ ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം കണ്ടുവരുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിനെ നിങ്ങളുടെ അനാലിസിസിന് ഉപയോഗിക്കുക. ചിലപ്പോൾ ഒരുപക്ഷെ നമുക്കൊരു പൊസിഷണൽ മൂവിലേക്ക് ഒരു സാധ്യതകൾ, ഒരു ഓപ്പർച്യൂണിറ്റി ഈ ഒരു സ്റ്റോക്ക് ഉള്ളതുപോലെ തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്തുനിന്നും ഒരു അനാലിസിസ് നടത്താവുന്നതാണ്. ഇനി അതുപോലെ തന്നെ ബർജർ പെയിൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളൊരു കറക്ഷന് ശേഷം ഒരു റിവേഴ്സൽ പാറ്റേൺ ഇട്ട് ഒരു കൺഫർമേഷൻ തരുന്ന രീതിയിൽ ഒരു മൂവുകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ 796 മുകളിലേക്ക് ഒരു ഓപ്പണിംഗ് കിട്ടുകയാണെങ്കിൽ നമുക്ക് 820 വരെയുള്ള ഒരു റാലിക്കുള്ള സാധ്യതകൾ ബർജർ പെയിൻസിൽ നിലനിൽക്കുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ ഹിന്ദുസ്ഥാൻ സിങ്കിൻ്റെ ചാർട്ടിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കറക്റ്റീവ് മൂവിന് ശേഷം നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഇന്ന് പ്ലോട്ടായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിനെയും നിങ്ങളുടെ അനാലിസിസിലേക്ക് വിട്ടുതരുന്നു. ഇനി ഗ്രാസിമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റോക്കിലും വീണ്ടും ഒരു ബ്രേക്കൗട്ടുകൾക്കുള്ളൊരു സാധ്യതകൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ 1043 മുകളിൽ ഒരു ബ്രേക്കൗട്ടുകൾ നടന്നു കഴിഞ്ഞാൽ ഗ്രാസിമിലും നമുക്കൊരു ഓപ്പർച്യൂണിറ്റി നിലനിൽക്കുന്നുണ്ട്. ഇനി ABBയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് നല്ലൊരു ബുള്ളിഷ് മൂവുകൾ, നല്ലൊരു ബൈയിങ് പ്രഷർ ഈ ഒരു സ്റ്റോക്കിൽ കണ്ടുവരുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിനെയും നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. ഇനി UPLനെ സംബന്ധിച്ചിടത്തോളം നല്ല ബുള്ളിഷ് മൂവുകൾക്ക് ശേഷം വീണ്ടും ഒരു റിവേഴ്സലുള്ള സൂചനകൾ ഈ ഒരു സ്റ്റോക്ക് തരുന്നു. ഒരു ഇൻഡിസീവ് ആയിട്ടുള്ളൊരു പാറ്റേൺ ഫോർമേഷനാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത എൻട്രികൾ നമുക്ക് ബ്രേക്കൗട്ടുകൾ നടന്നു കഴിഞ്ഞാൽ മാത്രം 571 മുകളിൽ 71.5 മുകളിൽ ബ്രേക്കൗട്ടുകൾ നടന്നു കഴിഞ്ഞാൽ മാത്രം എടുക്കുക. അതല്ല ഈ ഒരു പാറ്റേണിൻ്റെ ലോ 553 താഴേക്കൊക്കെ ഒരു ബ്രേക്കൗട്ടുകൾ നടക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഈ ഒരു സ്റ്റോക്കിലുണ്ടാവുക. ഇനി ITCയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രേക്കൗട്ടുകൾ നടന്നിരുന്നുവെങ്കിലും ഒരു ഇൻഡിസീവ് പാറ്റേൺ ആണ് എന്നുള്ള രീതിയിൽ ഇന്നലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും ഒരു ബിയറിഷ് ക്യാൻഡിലാണ് പ്ലോട്ടായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതും ഒരു റിവേഴ്സൽ കൺഫർമേഷൻ ആയിട്ടില്ല. അപ്പോൾ ഒരു ബ്രേക്കൗട്ടുകൾ നമുക്ക് വാച്ച് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിലൊന്ന് നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്തതിന് ശേഷം മാത്രം, നമുക്കൊരു കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രം അടുത്ത ഡിസിഷനിലേക്ക് പോകുന്നതായിരിക്കും നല്ലതായിട്ടുണ്ടാവുക. ഇനി ടൈറ്റാൻ്റെ ചാർട്ടിനെ സംബന്ധിച്ചിടത്തോളം ടൈറ്റാനിലും ഒരു ബുള്ളിഷ് ക്യാൻഡിൽ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ തുടർന്ന് വീണ്ടും ഒരു ഡ്രാഗൺ ഫ്ലൈ ഡോജ് പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷൻ കണ്ടുവരുന്നുണ്ട്. ഒരു പക്ഷേ വീണ്ടും ഒരു അപ്പ് മൂവിനുള്ള സാധ്യതകൾ നമ്മൾക്ക് ടൈറ്റാനിൽ പ്രതീക്ഷിക്കാം. ഇനി ഇൻ്റലക്ട് ഡിസൈൻ അരീനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ട്രെൻഡ് ലൈനിൻ്റെ ആ ഒരു റേഞ്ചിലൊരു കൺസോളിഡേഷൻ ഇപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ കണ്ടുവരുന്നുണ്ട്. അപ്പം ഏതെങ്കിലും ഒരു ഡയറക്ഷനിലുള്ളൊരു ബ്രേക്കൗട്ടുകൾ വരുന്നത് വരെ ഒന്ന് വാച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ വാച്ച് ചെയ്യേണ്ട കുറച്ച് സ്റ്റോക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ക്യുമിൻസ് ഇന്ത്യ, അപ്പോളോ ടയേഴ്സ്, ഈ ഒരു 2 സ്റ്റോക്കിലും വീണ്ടും ഒരു ബുള്ളിഷ് ബുള്ളിഷ് റിവേഴ്സലിനുള്ള സാധ്യതകൾ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഹാമർ പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷനൊക്കെ എത്തുന്നതിന് ശേഷം ഒരു റിവേഴ്സലിനുള്ള ഒരു സൂചനകൾ തരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിനെയും 2 സ്റ്റോക്കുകളെയും നിങ്ങൾ ട്രാക്ക് ചെയ്യുന്ന കാര്യം മറക്കാതെ ശ്രദ്ധിക്കുക. ഇനി നമ്മൾക്ക് പ്രധാനപ്പെട്ട ന്യൂസ് അപ്ഡേറ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യമേ തന്നെ അദാനി എൻ്റർപ്രൈസസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സബ്സിഡറിക്ക് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ അവരുടെ ഭാഗത്തു നിന്നും ഒരു ലൈസൻസ് എഗ്രിമെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ജയ്പൂർ, ഗുവാഹട്ടി അതുപോലെ തന്നെ തിരുവനന്തപുരം ഈ ഒരു എയർപോർട്ടുകളിൽ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഒരു ലൈസൻസ് എഗ്രിമെൻറ്റ് അവർ വിൻ ചെയ്തതായിട്ട് അറിയിച്ചിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ നമ്മൾക്ക് IPOകൾ വീണ്ടും മാർക്കറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഈ വരുന്ന വ്യാഴാഴ്ച ജനുവരി 21 ഹോം ഫസ്റ്റ് ഫിനാൻസിൻ്റെ IPO ഏകദേശം 1153 കോടിക്ക് മുകളിലുള്ള ഒരു IPO ഓപ്പൺ ആകാൻ പോവുകയാണ്. ജനുവരി 21 മുതൽ 25 വരെ ആയിരിക്കും സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ടുള്ള വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ടാവുക. പ്രൈസ് ബാൻഡ് നോക്കിക്കഴിഞ്ഞാൽ 517-518 രൂപ റേഞ്ചിലായിരിക്കും ഈ ഒരു ഇഷ്യൂ സബ്സ്ക്രിപ്ഷനുള്ള പ്രൈസ് ബാൻഡായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. മിനിമം 28 ഷെയർസിൻ്റെ ലോട്ടായിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ഈ ഒരു IPO നോക്കിക്കഴിഞ്ഞാൽ അതിൽ 265 കോടി വർത്ത് ചെയ്യുന്ന ഷെയർസിൻ്റെ ഫ്രഷ് ഇഷ്യൂവും അതുപോലെ തന്നെ 888 കോടിക്ക് മുകളിൽ 888.72 കോടി വർത്ത് ചെയ്യുന്ന ഷെയർസിൻ്റെ ഓഫർ ഫോർ സെയിലും പ്രൊമോട്ടേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഓഫർ ഫോർ സെയിലുമാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു കമ്പനിയെക്കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ 2010 ഈ ഒരു കമ്പനി എസ്റ്റാബ്ലിഷ് ആവുന്നത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 60 ഡിസ്ട്രിക്റ്റുകളിൽ 11 സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ ഒരു കേന്ദ്രഭരണ പ്രദേശത്തും ഇവരുടെ പ്രസൻസ് ഉണ്ട്. ഇവരുടെ മേജർ പ്രസൻസ് നോക്കിക്കഴിഞ്ഞാൽ ഗുജറാത്ത്, മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട് ഈ ഒരു ഏരിയകളിലാണ് ഇവരുടെ മേജർ പ്രസൻസ് ഉള്ളത്. ഇവർ പ്രധാനമായിട്ടും ടാർഗറ്റ് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ, അതും ഒരു ചെറിയ കമ്പനികളിലൊക്കെ സാലറിഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ചെറിയ ബിസിനസ്സുകളൊക്കെ റൺ ചെയ്യുന്നവർക്കോ പുതിയതായിട്ട് വീട് വാങ്ങാനുള്ള ഒരു
ഓപ്പർച്യൂണിറ്റി, അതിനുള്ളൊരു ലോൺ പ്രൊവൈഡ് ചെയ്യുക എന്ന രീതിയിലാണ് ഇവരുടെ ബിസിനസ്സുകൾ മെയിനായിട്ടും ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഒരു മാർച്ച് വരെയുള്ള ഒരു ഡാറ്റ പ്രകാരം നോക്കിക്കഴിഞ്ഞാൽ ലോൺ ബുക്കിലൊരു വർധനവ് വന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. 3600 കോടിയിൽ നിന്നും 3950 കോടി വരെ ഉയർന്നു എന്ന രീതിയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവരുടെ RHP ഫയലൊക്കെ നിങ്ങൾ സെബിയുടെ വെബ്സൈറ്റിൽ നിന്ന് എടുക്കുക. അപ്പോൾ അവരുടെ കൂടുതൽ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് നമുക്ക് അതിൽ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്ത് ഒരു അനാലിസിസ് നടത്തിയതിന് ശേഷം കണ്ടെത്തുന്ന കാര്യങ്ങളൊക്കെ കമൻറ്റ് വഴിയായിട്ട് ഷെയർ ചെയ്യുക. ഇനി അടുത്തായിട്ട് JBM ഓട്ടോയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നും ഓർഡറുകൾ വിൻ ചെയ്തതായിട്ട് കാണിച്ചിരിക്കുന്നു. AC ലോ ഫ്ലോർ CNG ബസ്സസിൻ്റെ പ്രൊവൈഡ് ചെയ്യുന്ന സപ്ലൈയായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു ഓർഡറുകൾ എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇനി Q3 റിസൾട്ട്സുകൾ നോക്കിക്കഴിഞ്ഞാൽ സിയറ്റിൻ്റെ Q3യിലേക്ക് വന്നു കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റിൽ 26% മുകളിലുള്ള വർധനവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. 132 കോടിയാണ് നെറ്റ് പ്രോഫിറ്റായിട്ട് കാണിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ അവർക്ക് 52.8 കോടിയുടെ ഒരു നെറ്റ് പ്രോഫിറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇനി അടുത്തായിട്ട് ടാറ്റ മെറ്റാലിക്സിനെ സംബന്ധിച്ചിടത്തോളം നെറ്റ് പ്രോഫിറ്റിൽ 63.8% വർധനവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 75.2 കോടിയാണ് അവർ പ്രോഫിറ്റായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ അവർക്ക് 45.9 കോടിയുടെ ഒരു നെറ്റ് പ്രോഫിറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ അതിലും 1.5% വർധനവ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. 526 കോടിയാണ് നെറ്റ് പ്രോഫിറ്റായിട്ട് കാണിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം അവർക്ക് 518.6 കോടിയായിരുന്നു നെറ്റ് പ്രോഫിറ്റായിട്ട് ഉണ്ടായിരുന്നത്. ഇനി ഹാറ്റ്സൺ അഗ്രോയെ സംബന്ധിച്ചിടത്തോളം നെറ്റ് പ്രോഫിറ്റിൽ അവർക്കും ഒരു വർധനവ് ഉണ്ടായിട്ടുണ്ട്. 67.3 കോടിയാണ് നെറ്റ് പ്രോഫിറ്റായിട്ട് കാണിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം അവർക്ക് 27.9 കോടിയുടെ നെറ്റ് പ്രോഫിറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. റവന്യൂവിലും 4% മുകളിൽ വർധനവുകൾ കാണിച്ചിട്ടുണ്ട്. അലംബിക് ഫാർമയെ സംബന്ധിച്ചിടത്തോളം നെറ്റ് പ്രോഫിറ്റിൽ 25% അടുത്തുള്ള വർധനവുകൾ കാണിച്ചിരിക്കുന്നു. 292 കോടിയാണ് നെറ്റ് പ്രോഫിറ്റായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം അവർക്ക് 234.2 കോടിയുടെ നെറ്റ് പ്രോഫിറ്റ് ആയിരുന്നു ഈ കാലയളവിൽ ഉണ്ടായിരുന്നത്. റവന്യൂവിലും 8.7% വർധനവുകൾ ഉണ്ടായിട്ട് കാണിച്ചിരിക്കുന്നു. ഇനി അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വാർത്ത, ഇൻഡിഗോ പെയിൻസിൻ്റെ IPO നാളെ ഓപ്പൺ ആവാൻ പോവുകയാണ് സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും ഈ ഒരു IPOയും നിങ്ങളുടെ ഫോക്കസിൽ വെക്കുക. നിങ്ങളുടെ ഭാഗത്ത് അനാലിസിസ് ഇനി നടത്തിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് നടത്തുക. അപ്പം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാളെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി IRFCയുടെ സംബന്ധിച്ചിടത്തോളം IPO ഇപ്പോൾ റണ്ണായിക്കൊണ്ടിരിക്കുന്നു. Day 2 ആണ്. സെക്കൻഡ് ഡേ നോക്കിക്കഴിഞ്ഞാൽ ഓവറോളായിട്ട് 1.22 ടൈംസിൻ്റെ സബ്സ്ക്രിപ്ഷൻ നടന്നതായിട്ട് ആണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളിൽ കണ്ടുവരുന്നത്. അപ്പം നല്ലൊരു റെസ്പോൺസുകൾ ഈ ഒരു IPO സംബന്ധിച്ചിടത്തോളം വരുന്നു എന്നാണ് കാണാനായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു 3 IPOകളും നിങ്ങളുടെ ഭാഗത്ത് അനാലിസിസ് നടത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു IPOകൾ ട്രൈ ചെയ്യുക. അപ്പോൾ പുതിയ അപ്ഡേറ്റ്സ് ആയിട്ടൊക്കെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.